ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഭക്തിയുടെ പേരിൽ അന്ധവിശ്വാസം ഒരു തീരാബാധയായിട്ട് നമ്മളെ പിന്തുടരുകയാണ്. ശകുനം നോക്കല്, കരിനാക്ക്, കരിമ്പൂച്ച വിലങ്ങിയാടൽ. അതും കൂടാതെ ഭക്തിയുടെയും പണാർത്തിയുടെയും പേരിൽ മന്ത്രവാദവും കുരുന്നുകളെ കുരുതി കൊടുക്കുന്ന സംഭവങ്ങളും അന്ധവിശ്വാസങ്ങളുടെ പട്ടിക അങ്ങനെ നീണ്ടുപോവുകയാണ്. ഇക്കൂട്ടത്തില് 90-ാം സങ്കീർത്തനം വായിച്ച് ബൈബിൾ തലയിണയ്ക്കടിയിൽ വെച്ച് കിടക്കുന്ന ഉറങ്ങുന്നവരും അന്ധവിശ്വാസികളാണെന്ന് ഞാൻ പറയട്ടെ. ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈയിടെ നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളിൽ തന്നെ അന്ധവിശ്വാസമെന്ന് സമൂഹം വിലയിരുത്തിയ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും ഡീറ്റെയിലേക്ക് പോവുകയല്ല. അതല്ലല്ലോ ഇന്നത്തെ നമ്മുടെ ചിന്ത. എന്നാൽ അന്ധവിശ്വാസങ്ങളിൽ ഭൂരിഭാഗവും മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾ അന്ധവിശ്വാസികളാണെന്ന ഒരു കൺക്ലൂഷനിൽ ആധുനിക തലമുറ എത്തിയിട്ടുണ്ട്. ഇതൊരു ജനറലൈസേഷനാണ്. എന്നാൽ ഈ ജനറലൈസേഷനിൽ കൂടി അവര് ചെന്നെത്തുന്ന ഒരു കൺക്ലൂഷൻ ദൈവമില്ല എന്നുള്ളതാണ്. അപ്പം അന്ധവിശ്വാസത്തിന്റെ മറ്റൊരു എക്സ്ട്രീം ഫോമാണ് നിരീശ്വരവാദം എന്ന് ഞാൻ പറയും. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നിരീശ്വരവാദികൾ. നിരീശ്വരവാദികളും അവരിലുള്ള അല്ലെങ്കിൽ എല്ലാ നിരീശ്വരവാദികളും ഇമ്മോറലാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ സ്വാതന്ത്ര്യ ദുർവിനിയോഗത്തിന് വേണ്ടിയിട്ട് ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റിയിട്ടുള്ള ഒരു വലിയ തലമുറ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. അങ്ങനെയുള്ളവരുടെ ധാർമ്മിക പ്രതിബദ്ധത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയും ഡ്രഗ് അഡിക്ഷനും മാതാപിതാക്കളെയും ജീവിത പങ്കാളികളെയും നിഷ്ഠൂരമായി കൊല ചെയ്യുന്നവരുടെയും എണ്ണം ഈ ദിവസങ്ങൾ ഓരോ ദിവസവും നമ്മൾ വാർത്തകളായി കേട്ടുകൊണ്ടിരിക്കുക. ഇത് സമൂഹത്തിൽ ഇങ്ങനെ വർദ്ധിക്കാനുള്ള കാരണം ധാർമ്മിക അധപ്പതനം തന്നെയാണെന്ന് നമുക്കറിയാം. ദൈവത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ധാർമ്മിക മൂല്യങ്ങളുടെ അധപ്പതനം ഉണ്ടാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. നമ്മുടെ സമൂഹത്തെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ, ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മുഖവര പറഞ്ഞത്. അപ്പൊ ആ ഒരു ഉദ്ദേശത്തോടെ നമുക്ക് ഇന്നത്തെ ചിന്തകളെ മുന്നോട്ട് കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് മതവിശ്വാസികൾ, പൊതുവെ എല്ലാ മതവിശ്വാസികളും നിരീശ്വരവാദികൾ, അന്ധവിശ്വാസികളാണെന്ന് നിരീശ്വരവാദികൾ പറയുമ്പോൾ അവരുടെ മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടത് ആ മതക്കാരാണ്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുകയല്ല. എന്നാൽ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ വിശ്വസനീയമാണെന്ന് തെളിയിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മുന്നോട്ട് പറഞ്ഞു പോകാൻ കഴിയുള്ളൂ. നമ്മളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് 1 പത്രോസ് 3:15 ആ വാക്യം. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിള്. ഈ ധാരണയോടെ ബൈബിളിനെ വായിച്ചില്ലെങ്കിൽ
അതിലെ കാതലായ സന്ദേശം നമ്മൾക്ക് മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബൈബിളിന്റെ ആദ്യ പേജിൽ പാഴും ശൂന്യവുമായി കിടന്ന ഭൂമിയെ ആവാസയോഗ്യമാക്കിയ ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെ ആക്കുന്നത് തുടങ്ങി അങ്ങോട്ട് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പെർപ്പസ് വെളിപ്പെടുത്തുകയാണ്. ക്രമീകൃതമായി നിലകൊള്ളുന്ന ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെയും കാലങ്ങളെയും സമയങ്ങളെയും നിയന്ത്രിക്കുന്ന സൂര്യചന്ദ്രാദികളെയും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടെന്ന നിഗമനത്തിലെത്താൻ നമുക്ക് മറ്റ് ഗവേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഈ നിഗമനത്തോടെ ബൈബിളിന്റെ ആദ്യത്തെ പേജ് വായിക്കുമ്പോൾ ആ മാസ്റ്റർ മൈൻഡ് അവിടെ പറയുന്ന ആദിയിലെ ദൈവം ആണെന്നും ബൈബിളിലെ ദൈവം സൃഷ്ടിതാവാണെന്നും വിശ്വസിക്കാൻ മതിയായ റീസൺസ് അവിടെ നമുക്കുണ്ട്. അതിനാൽ അത്ഭുതവും ഭയങ്കരവുമായി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് യുക്തിസഹം തന്നെയാണ് എന്ന് ഞാൻ പറയും. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏകവും സ്പഷ്ടവുമായ ഒരു നിർവചനം എബ്രായ ലേഖനം 11:1 പറയുന്നുണ്ട്. വിശ്വാസം എന്നതോ അത് പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ സത്തയും കാണാത്ത കാര്യങ്ങളുടെ എവിഡൻസുമാണ്, തെളിവുമാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്ന നിർവചനത്തിൽ. ഈ ബൈബിൾ വചനപ്രകാരം ബൈബിൾ വിശ്വാസം അന്ധമല്ല, മറിച്ച് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണെന്ന് അവിടെ പറയുന്നു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാണാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശ്ചയമാണത്. വിശ്വസിക്കാൻ നമുക്ക് തക്കതായ കാരണമുള്ളപ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ഭൗതിക ലോകത്തിൻ്റെ തെളിവുകൾ നൽകുന്ന ഇന്ദ്രിയമാണല്ലോ നമ്മുടെ കാഴ്ച, ശാരീരിക കാഴ്ച അല്ലെങ്കിൽ കണ്ണ്. അങ്ങനെയാണെങ്കിൽ അദൃശ്യവും ആത്മീയവുമായ ലോകത്തിൻ്റെ കാഴ്ച നൽകുന്ന ഇന്ദ്രിയമാണ് ക്രിസ്തീയ വിശ്വാസം എന്നാണ് ഈ നിർവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന് പുറകിൽ സൃഷ്ടിതാവാം ദൈവമാണെന്ന് വിശ്വസിക്കാൻ നമ്മെ സഹായിക്കുന്നത് വിശ്വാസം എന്ന ഈ ഇന്ദ്രിയത്തിലൂടെയാണ്. ഇവിടെ പറയുന്ന സൃഷ്ടിതാവാം ദൈവത്തെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നിശ്ചയമായും അങ്ങനെ വിശ്വസിക്കാൻ കാരണമുള്ളതിനാൽ അതൊരു അന്ധവിശ്വാസമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ദൈവമുണ്ടെന്ന് നമ്മൾക്ക് അറിയാനായാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യതയുടെയും അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്ന് ഞാൻ പറയും. എന്നാൽ പിറന്നു വീണ മതത്തിൽ വിശ്വസിക്കുന്നതിനപ്പുറം ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ മതിയായ കാരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ഒരാളുടെ സ്വന്തം വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നതും രണ്ടും രണ്ടാണ്. പലരും ബൈബിളിലെ ദൈവത്തിന് പകരം അവർ സൃഷ്ടിച്ച ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഉള്ളതുപോലെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം 66 പുസ്തകങ്ങൾ അടങ്ങിയ ബൈബിളാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. തീർച്ചയായും ഒരു അവിശ്വാസിയോടോ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദിയോടോ, അതുമല്ല ജീവിതത്തിലെ കഠിനമായ പരിശോധനകളോട് കടന്നു പോകുമ്പോൾ തങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഒരു ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്നവരായ നമ്മുടെ കൂട്ടു സഹോദരങ്ങളോടോ ബൈബിൾ വിശ്വസനീയമായ ഒരു ഗ്രന്ഥമാണെന്ന് മാത്രം പറഞ്ഞാൽ അവർക്കത് ബോധ്യമാകുകയില്ല. സംശയിക്കുന്നവരായ നമ്മുടെ സഹയാത്രികർക്ക് ബൈബിളിൻ്റെ ആധികാരികതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനായി ബൈബിളിൻ്റെ ചരിത്ര പശ്ചാത്തലത്തേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുക. ബൈബിൾ ഒരൊറ്റ മനുഷ്യനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമല്ല. 1500 വർഷത്തിനിടയില് 40-ലധികം എഴുത്തുകാർ ചേർന്നെഴുതിയതാണ്. മിസ്രൈമിലും ബാബിലോണിലും യെരുശലേമിലും റോമിലും ഏഷ്യ മൈനറിലും ഒക്കെ ഇരുന്നാണ് ഇവരിത് എഴുതിയത്. അവർ വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. രാജാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, വൈദ്യന്മാരുണ്ട്, മുക്കുവന്മാരുണ്ട്. ഇങ്ങനെ പല തുറകളിൽ
പരസ്പരം അറിയാത്തവരും പരസ്പരം സംസാരിക്കാത്തവരുമായ മനുഷ്യരാണ് ഇത് എഴുതിയത്. എന്നിട്ടും ബൈബിളിൽ ഉടനീളം പ്രകടമായി കാണുന്ന ഒരേ ഒരു തീം മാത്രമാണെന്നുള്ളതാണ് ഇതിൻ്റെ യുണീക്നെസ്. അവരുടെ എഴുത്തുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. 2000 മൈൽ ചുറ്റളവിൽ ഒരിക്കലും പരസ്പരം സംസാരിക്കാതെ 1500 വർഷത്തിനിടയിൽ പല കാലങ്ങളിലായി ജീവിച്ചിരുന്ന 40-ലധികം എഴുത്തുകാർക്ക് ഇങ്ങനെ ഒരു ഏകീകൃത ബൈബിൾ രചിക്കാൻ കഴിഞ്ഞത് എത്ര അത്ഭുതകരമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയിൽ എന്ന പോലെ ഈ ഗംഭീരമായ പ്രൊജക്റ്റിന് പിന്നിലും പ്രവർത്തിച്ച ഡിസൈനർ ആരായിരുന്നു? ഒരു മനോഹരമായ ശില്പത്തിന്റെ നിർമ്മിതിയിൽ എന്ന പോലെ ഈ ഏകീകൃത ഗ്രന്ഥത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സൂപ്പർ ഇന്റലിജന്റ് ആർക്കിടെക്റ്റ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ യുക്തിസഹമായ എല്ലാ കാരണങ്ങളുമില്ലേ നമുക്ക്? അന്ധവിശ്വാസമാണോ അത്? തീർച്ചയായും അത് അമാനുഷികമാണ്. ആ മഹാശക്തിയെയാണ് ക്രിസ്ത്യാനികൾ ദൈവമെന്ന് വിളിക്കുന്നത്. ഈ സ്ഥലകാല വ്യത്യാസങ്ങൾക്കിടയിലും വിവിധ പശ്ചാത്തലത്തിൽ ജീവിച്ച 40-ലധികം വരുന്ന രചയിതാക്കൾക്ക് ഏകീകൃത ബൈബിൾ സന്ദേശം നൽകാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് 2 തിമോഥെയോസ് 3:16 പൗലോസ് പറയുന്നത് വളരെ വ്യക്തമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാണ്. ബൈബിൾ ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ബൈബിളിന്റെ ഏകീകൃത തീം അത് ദൈവസ്വാസീയവും വിശ്വസനീയവുമാണെന്ന് തെളിയിക്കാൻ മതിയായ കാരണമാണെങ്കിലും പിന്നെയും സംശയിക്കുന്നവരായ ചിലരുടെ സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ കൂടി പറയാം. ബൈബിളിൽ ധാരാളം പ്രവചനങ്ങളുണ്ട്. പ്രവചനം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രവാചകന മനുഷ്യർക്ക് ദൈവത്തിൽ നിന്നുള്ള സന്ദേശം ആണ് പ്രവചനങ്ങൾ എന്ന് പറയുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രവചനങ്ങളുടെ നിവൃത്തീകരണം ബൈബിളിന്റെ വിശ്വാസ്യതയെ തെളിയിക്കുന്നതാണ്. ഇപ്രകാരം നിവൃത്തിയാക്കപ്പെട്ട ഡസൻ കണക്കിന് പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകാൻ പെട്ടെന്ന്. യെശയ്യാ പ്രവചനത്തില് അതിന്റെ 39-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ പ്രവാചകൻ ഹിസ്കിയാ രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു ഉള്ളതൊക്കെയും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്ന് ഉത്ഭവിച്ച നിന്റെ പുത്രന്മാരും അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജധാനിയിൽ ഷണ്ഡന്മാരായി തീരുമെന്നും യഹോവ അരുളി ചെയ്യുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറയുക. BC 700-ലാണ് ഈ വചനം അരുളി ചെയ്തതെന്ന് ഓർക്കണം. അന്ന് ബാബിലോൺ ലോകത്തിലെ ഒരു മഹാശക്തി പോലും ആയിരുന്നില്ല. എന്നാൽ BC 586-ൽ അപ്രകാരം സംഭവിക്കുകയാണ്. ഈ പ്രവചനം പക്ഷേ അവിടെ കൊണ്ട് നിന്നില്ല. ഭാവിയിൽ യഹൂദയെ ബന്ദികളാക്കിയ ശേഷം മറ്റൊരു രാജാവ് വന്ന് ഈ ബാബിലോണിനെ ബന്ദികളാക്കും എന്ന് യെരമ്യാ പ്രവാചകന്, യെശയ്യാവിന്റെ തൊട്ടുള്ള അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകനാണ് അദ്ദേഹം. യെരമ്യാവ് 25, 11, 12 വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ പറയുന്നു. അത് BC 539-ൽ പേർഷ്യ ബാബിലോണിനെ കീഴടക്കിയപ്പോൾ നിവൃത്തിയായി. ഇനി അവിടെയും തീർന്നില്ല ഈ പ്രവചനം. യെരമ്യാ 29:10 ബാബേലിലെ 70 സംവത്സരത്തെ കഴിഞ്ഞ ശേഷം യഹോവ അവരെ അവരുടെ നാട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുമെന്ന് പ്രവചിച്ചു. BC 538-ലാണ് ഇതിന്റെ നിവൃത്തി ഉണ്ടായതെന്ന് എസ്രാ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെ വാക്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ റെഫറൻസ് ഒക്കെ പറഞ്ഞു പോകാനേ എനിക്ക് പറ്റത്തുള്ളൂ ഇന്നത്തെ എൻ്റെ ചിന്തയിൽ. നിങ്ങൾ ദയവായിട്ട് ഇത് റെഫറൻസ് നോട്ട് ചെയ്ത് അതൊക്കെ ഒന്ന് പരിശോധിക്കണം. അന്ന് അവരെ മടങ്ങിപ്പോകാൻ അനുവദിക്കുന്ന രാജാവിന്റെ പേര് വരെ പ്രവചിച്ചിട്ടുണ്ട് ബൈബിളിൽ. യെശയ്യാവ് 44:28 നമുക്ക് കാണാം. കോരസ്
എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. നോക്കണേ, 150 വർഷങ്ങൾക്ക് ശേഷം അവരെ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകാൻ ഉത്തരവിടുന്ന രാജാവിൻ്റെ പേര് പോലും കൃത്യമായി ഈ ബൈബിളിൽ പ്രവചിച്ചിട്ടുണ്ട്. ആ കാലത്ത് അന്ന് കോരസ് ജനിച്ചിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു രാജാവ് പേര് പോലും പറയാൻ തക്കവണ്ണം അങ്ങനെ ഒരാൾ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് അറിഞ്ഞിട്ടും ഈ തിരുവെഴുത്തുകൾ ദൈവസ്വാസ്യമാണെന്ന് വിശ്വസിക്കാനുള്ള കാരണത്തെ നമുക്ക് സംശയിക്കേണ്ടതുണ്ടോ? പഴയ നിയമത്തിന്റെ ഓതന്റിസിറ്റിയെ അംഗീകരിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ നിരവധി പ്രസ്താവനകൾ നമുക്ക് കാണാം തിരുവചനത്തിൽ. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, നോഹയെക്കുറിച്ച്, അബ്രഹാം പിതാവിനെക്കുറിച്ച്, മോശയെക്കുറിച്ച്, ദാവീദിനെക്കുറിച്ച്, യോനയെക്കുറിച്ച് ഒക്കെ യേശു പറയുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ എടുത്തു പറയാൻ എനിക്ക് സമയമില്ലല്ലോ. മർക്കോസ് 10:6 സൃഷ്ടിയുടെ ആരംഭത്തെങ്കിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കിയെന്ന് യേശു പറയുന്നത് ഉൽപ്പത്തി 1 വിരൽ ചൂണ്ടുന്നത്. അന്ത്യകാലം നോഹയുടെയും ലോത്തിന്റെയും കാലത്തെ ജനങ്ങളെ പോലെ ആയിരിക്കുമെന്നുള്ളതും ഒരു ചരിത്രത്തിലേക്കല്ലേ യേശു വിരൽ ചൂണ്ടുന്നത്. ലൂക്കോസ് 17:26 ഇത് പറയുന്നു. മത്തായി 12:40 യോന കടലാരയുടെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നുപോലെ എന്ന് പറഞ്ഞ് മനുഷ്യപുത്രന്റെ അവസാനത്തെക്കുറിച്ച് അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ തൻ്റെ മരണം എങ്ങനെ ആയിരിക്കുമെന്ന് യേശു പറയുന്നതിനേക്കാൾ അത് തീർച്ചയായും നമുക്ക് അല്ലാതെ തന്നെ ചരിത്ര തെളിവുകൾ ഉണ്ടെങ്കിലും യോന ഒരു ചരിത്ര പുരുഷനായിരുന്നുവെന്നും യേശുവിൻ്റെ ഈ വാക്കുകൾ കൂടി വെളിപ്പെടുത്തുക. ചിലർക്കൊക്കെ യോനയുടെ പുസ്തകം വായിക്കുമ്പം അത് ഉള്ളതാണോ എന്ന് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യേശു അത് സർട്ടിഫൈ ചെയ്തിരിക്കുക അവിടെ. ഇത് പറയുമ്പോൾ പിന്നെയും ഈ സ്കെപ്റ്റിക്കുകളുണ്ടല്ലോ, അവർ ചോദിക്കും യേശു ആരാ ഞങ്ങൾ ഇതൊക്കെ വിശ്വസിക്കാൻ, യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ എന്നൊരാൾ ചോദിച്ചാൽ അതിന് ന്യായമായ ഉത്തരം പറയണ്ടേ നമ്മൾ? ഇതിനോടകം തന്നെ ഞാൻ ബൈബിൾ വിശ്വസനീയമായ ഒരു പുസ്തകമാണെന്ന് നിങ്ങളെ മനസ്സിലാക്കിയെന്നാണ് കരുതുന്നത്. ബൈബിളിലൂടെ തന്നെ ഞാൻ അതിനുള്ള മറുപടി പറയാം. യേശു ആരാന്ന്. യേശുവിൻ്റെ ജനനമരണ പുനരുദ്ധാനത്തെക്കുറിച്ച് 100-ലധികം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. BC 700 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മീക പ്രവാചകനാണ് യേശു ആരാണെന്നും ബേത്ലഹേമിൽ ജനിക്കുമെന്നും 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. BC 530 ജീവിച്ചിരുന്ന ദാനിയേൽ പ്രവാചകൻ 9-ാം അധ്യായം 25 യേശു എപ്പോഴാണ് ജനിക്കുക എന്ന് പറയുന്നു. ഇനിയും BC 700-കളിൽ ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ ആരിൽ കൂടെയാണ് ജനിക്കുക എന്ന് പറയുന്നു. 7:14 കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് യേശുവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇനി BC 470-നും 500-നും ഇടയിൽ ജീവിച്ചിരുന്ന സെക്കരിയ പ്രവാചകൻ, സെക്കരിയ 11, 12, 13 വാക്യങ്ങളിൽ അവനെ ഒറ്റിക്കൊടുക്കാൻ വാങ്ങിയ 30 വെള്ളിക്കാശിന്റെ കാര്യവും പ്രവചിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് AD 1-ാം നൂറ്റാണ്ടിലെ കാര്യമോ യേശു ജീവിച്ചിരുന്ന കാലത്തെ കാര്യമൊന്നുമല്ല. അതിനു മുമ്പ് ഒരു 700 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തത് 53-ാം അധ്യായത്തിലുണ്ട്. സമയക്കുറവുണ്ട്. അതിലെ 5-ഉം 12 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. ഞാൻ ഈ വായിച്ച് കേൾപ്പിച്ചത് BC 700 യെശയ്യാ പ്രവാചകൻ എഴുതിയ കാര്യമാണ്. യേശുവിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് രാജാവ് 22-ാം സങ്കീർത്തനത്തിൽ പ്രവചനാത്മാവിൽ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് യേശുവിൻ്റെ ക്രൂസിലെ മൊഴികൾ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
യേശുവിന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, അവന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ട കാര്യവും അവിടെ പറയുന്നു. BC 6-ാം നൂറ്റാണ്ടിൽ സെക്കരിയ പ്രവാചകൻ പ്രവചിച്ചത് 12:10 13, 6, 7 വാക്യങ്ങളിലും ഒക്കെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണേ. ലൂക്കോസ് 24 യേശു തന്നെ ഉയർത്തെഴുന്നേറ്റ ശേഷം എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ നിന്നും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കണേ, തിരുവെഴുത്തുകളിൻ പ്രകാരം എഴുതിയതുപോലെ വന്നവനാണ് യേശു എന്ന് വിശ്വസിക്കാൻ ഇതിലധികം തെളിവെന്താ നമുക്ക് വേണ്ടത്? ക്രിസ്തീയ വിശ്വാസം അന്ധവിശ്വാസമല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ബൈബിളിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ചും അതിനെ നിവൃത്തിയാക്കപ്പെട്ട പ്രവചനങ്ങളെ കുറിച്ചുമാണല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ബൈബിളിൽ വിശ്വസിക്കാൻ എനിക്കും നിങ്ങൾക്കും ന്യായമായ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യേശുവിന്റെ യാഗത്തിലൂടെ വിശ്വാസികൾക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം കിട്ടിയെങ്കിലും മരണാനന്തരം നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ യേശുവിന്റെ പുനരുത്ഥാനം തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മൾക്കറിയാം, സ്ഥിതിവിവര കണക്കുകൾക്കും മറ്റേതൊരു ഗവേഷണത്തിനും പ്രാഥമിക ഡേറ്റ, പ്രൈമറി ഡേറ്റ ആണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി കണക്കാക്കപ്പെടുന്നത്. കാരണം അതിന്റെ ഉറവിടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നത് കൊണ്ട് ഗവേഷണ ചോദ്യങ്ങൾക്ക് ഏറ്റവും കൃത്യവും പ്രസക്തവുമായ സ്ഥിതിവിവര കണക്കുകൾ നൽകും. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ഡേറ്റയുടെ പ്രാഥമിക ഉറവിടമാണ് തന്നോടൊപ്പം ജീവിച്ച ശിഷ്യന്മാർ എഴുതിയ സുവിശേഷങ്ങൾ. അതാണ് പ്രൈമറി ഡേറ്റ. സുവിശേഷങ്ങൾക്കപ്പുറമേ അത് വിശ്വസിക്കാൻ സെക്കൻഡറി ഡേറ്റ എന്ന നിലയിൽ അക്കാലത്തെ ചരിത്രകാരന്മാരുടെ രേഖകൾ നമ്മൾക്ക് ഇന്ന് ലഭ്യമാണ്. ഇതും സ്വീകരിക്കാൻ മടി കാണിക്കുന്നവർ പറയുന്നത് അവന്റെ ശിഷ്യന്മാർ അവനെ കുറിച്ച് കള്ളം പറഞ്ഞെന്നാണ്. ബൈബിൾ പിന്നീട് തിരുത്തിയെന്നും വെറുതെ വാദിക്കുന്നവരുണ്ട്. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാർ സുവിശേഷ നിമിത്തം സഹിച്ച പീഡനങ്ങളും ഒടുവിൽ ഓരോരുത്തരുമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് രക്തസാക്ഷികളായി തീർന്ന മരിച്ച ആ ചരിത്രമൊക്കെ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ഈ ശിഷ്യന്മാർ പോഷ്ക് പറഞ്ഞെന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയുമോ? അത്രയുമല്ല, അവരുടെ വാദഗതികളെ പൊളിച്ചുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഏതാണ്ട് 25,000-ത്തിലധികം പുരാതന കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ചരിത്രത്തിലെ പുരാതന കാലത്തെ മറ്റേതൊരു കൃതികളെക്കാളും അതിൻ്റെ പകർപ്പുകളെക്കാളും കൂടുതൽ പകർപ്പുകൾ പഴയ പുതിയ നിയമങ്ങളുടെ കൃതികൾ ആ കൃത്യത തെളിയിക്കാനായിട്ട് നമുക്കിന്ന് ലഭ്യമാണെന്ന് ഞാൻ പറയട്ടെ. യേശു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം നിവൃത്തിയായതുകൂടി ഞാൻ പറയാം. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് മത്തായി 24 യേശു യെരുശലേം ദേവാലയം വിട്ടു പോകുമ്പോൾ അതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് പറയുക, ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല. AD 70 റോമ സാമ്രാജ്യം ഈ യെരുശലേം ദേവാലയത്തെ, ആ സിറ്റിയെയും തകർത്ത് കളഞ്ഞതിൻ്റെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ടല്ലോ. യേശു കർത്താവ് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം തൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം നിവൃത്തിയായതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചരിത്രപുരുഷനായ യേശുവിനെ കുറിച്ച് ഇത്രയധികം രേഖകൾ കയ്യിലുള്ളപ്പോൾ അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ വാഗ്ദത്തം ചെയ്തതൊന്നും അവിശ്വസിക്കേണ്ട കാര്യം എനിക്കില്ല. തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി ഈ ഭൂമിയിലേക്ക് വരുന്നുവെന്ന് അതൊരു ചരിത്രമാണ്. അന്ന് യേശു തന്നെ അവിടുന്ന് വന്നതിൻ്റെ ഉദ്ദേശവും ഏവിധം മരിക്കുമെന്നുള്ളതും എപ്പോൾ ഉയർക്കുമെന്നുള്ളതും മുൻകൂട്ടി പ്രസ്താവിച്ചിരുന്നു. അതെല്ലാം ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സംഭവിച്ചുവെങ്കിൽ മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യേശു വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല. പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി പോകുന്നതിന് മുമ്പേ, ക്രൂസിൽ യാഗമാകാൻ പോകുന്നതിന് മുൻപേ യേശു പറഞ്ഞതാണ് യോഹന്നാൻ 14:3 പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന്.
അതുവരെ യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിലും അപ്പോസ്തല പ്രവൃത്തി 1:8 താൻ പോയ ശേഷം തൻ്റെ അനുയായികളോടുകൂടി ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതുപോലും അപ്പോസ്തല പ്രവൃത്തി 2 വായിക്കുമ്പോൾ നിവൃത്തിയായത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴും അവശേഷിക്കുന്ന ഒരു പ്രധാന ചോദ്യം, യേശു പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നാണ്. അപ്പോൾ താൻ വരുന്നത് വരെ ജീവിച്ചിരുന്ന് തന്നിൽ വിശ്വസിക്കുന്ന മരിച്ചുപോയവർക്ക് അപ്പോൾ എന്തോ സംഭവിക്കും? അതിൻ്റെ ഉത്തരവും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പൗലോസ് 1 തെസ്സലോനിക്കർ 4:16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടി ദൈവത്തിന്റെ കാഹളത്തോടു കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടുകൂടി ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന. യേശുവിന്റെ ഉയർപ്പും യേശു ഉയർപ്പിച്ച ലാസറും യായിറോസിന്റെ മകളും വിധവയുടെ മകനും എല്ലാം ചരിത്രമായി പ്രൈമറി ഡേറ്റ പ്രകാരം അക്കാലത്ത് ജീവിച്ചിരുന്ന 500-ലധികം പേർക്ക് താൻ പ്രത്യക്ഷനായി എന്ന രേഖയും നമ്മുടെ മുൻപിലുള്ളപ്പോൾ നമ്മളും മരണാനന്തരം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ അത് മതിയായ കാരണം തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ ശേഷം വിശ്വാസികൾക്ക് ലഭിക്കുന്ന പദവികളെക്കുറിച്ചും ദൈവത്തോടുകൂടെയുള്ള സ്വർഗവാസത്തെക്കുറിച്ചും ഒക്കെ വെളിപ്പാട് 19 മുതൽ 22 വരെയുള്ള ബൈബിളിന്റെ അവസാന അധ്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ യേശുവിൽ വിശ്വസിച്ചവരുടെ മാത്രം കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് എന്ത് സംഭവിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ അമേരിക്കൻ പ്രസിഡന്റിനെയോ ഞാൻ ശാരീരികമായി നേരിൽ കണ്ടിട്ടില്ല. എങ്കിലും അവരിരുവരും ഈ രാജ്യങ്ങളുടെ ഭരണാധിപന്മാരാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് മതിയായ കാരണങ്ങൾ ഉള്ളതുപോലെ തന്നെയാണ് യേശുവിൻ്റെ ജനന മരണ പുനരുത്ഥാനങ്ങളുടെയും സ്വർഗാരോഹണത്തിൻ്റെയും പ്രവചന നിവൃത്തികളും ചരിത്ര വസ്തുതകളും ഞാൻ അവനിൽ വിശ്വസിക്കുന്നത് അന്ധമായിട്ടല്ലെന്നും അതിനു മതിയായ കാരണങ്ങളും തെളിവുകളും എൻ്റെ മുമ്പിലുള്ളപ്പോൾ അവൻ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പോടും നിശ്ചയത്തോടും കൂടി വിശ്വസിക്കാമെന്നുമുള്ളതാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്. അതിനുള്ള അവസരം ഇതുവരെയും ലഭിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ദയവായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് us all. താങ്ക് യു. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന. മരണത്തെ ജയിച്ചവനേ, അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളം ജയിച്ചവനേ,